ക്ലാസ് ടീച്ചറായ ആനി തോംസൺ തൻ്റെ കുട്ടികളോട് ആദ്യമേ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്ക് നിങ്ങളിൽ ടെഡി ഒഴികെയുള്ള എല്ലാവരെയും നല്ല ഇഷ്ടമാണ്. ടെഡി, അവൻ്റെ വസ്ത്രം എപ്പോഴും അഴുക്ക് പുരണ്ടതായിരുന്നു. പഠനത്തിൽ വളരെ താഴ്ന്ന നിലവാരമായിരുന്നു അവനുണ്ടായിരുന്നത്. ആരോടും മിണ്ടാതെ അന്തർമുഖനായി ജീവിക്കുന്നവനായിരുന്നു ടെഡി. കഴിഞ്ഞ ഒരു വർഷം അവനെ പഠിപ്പിക്കുകയും അവൻ്റെ ഉത്തരപേപ്പർ പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ടീച്ചർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. പരീക്ഷയിൽ എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരം നൽകി പരാജിതൻ എന്ന പേരും ചുമന്ന് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി. അങ്ങനെയിരിക്കെ ഒരു ദിവസം താൻ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഇതുവരെയുള്ള പഠന ഡയറി പരിശോധിക്കുമെന്ന കൽപ്പന ആ അധ്യാപികയെ ലഭിച്ചു. അപ്രകാരം അവർ ടെഡിയുടെ ഡയറി പരിശോധിക്കുന്നതിനിടയിൽ അത്ഭുതകരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അവൻ്റെ 1ാം തരത്തിലെ ഡയറിയിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെക്കുറിച്ച് എഴുതിയത് അവർ വായിച്ചു. അതിപ്രകാരമായിരുന്നു: ടെഡി സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്. ഒട്ടേറെ കഴിവുകൾ അവന് നൽകപ്പെട്ടിരിക്കുന്നു. അവനെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രത്യേക പരിഗണന നൽകി വളർത്തേണ്ടതുണ്ട്. ഉടനെ അവർ അവൻ്റെ 2ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് എന്താണെന്ന് നോക്കി. അതിൽ ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ് ടെഡി. കൂട്ടുകാർക്ക് വളരെ പ്രിയങ്കരനാണ് അവൻ. പക്ഷെ മാതാവിന് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അവനപ്പോൾ അസ്വസ്ഥനാണ് എന്നെഴുതിയിരുന്നു. എന്നാൽ 3ാം ക്ലാസ്സിലെ ടീച്ചർ കുറിച്ചത് നോക്കിയപ്പോൾ മാതാവിൻ്റെ മരണം അവനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. ആവുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചിട്ടും പിതാവ് അവനെ പരിഗണിക്കുന്നതേയില്ല. വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഈ കുഞ്ഞിൻ്റെ ജീവിതം താറുമാറാവുന്നത് എന്നാണ് എഴുതിയിരുന്നത്. ഉടനെ അവർ 4ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് എടുത്തു നോക്കി. ടെഡി സ്വന്തത്തിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നവനാണ്. പഠനത്തിൽ അവന് അശേഷം താല്പര്യമില്ല. അവന് കൂട്ടുകാരുമില്ല. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുകയാണ് അവൻ്റെ പതിവ്. ഇത്രയും വായിച്ചപ്പോഴാണ് അധ്യാപിക ആനി തോംസന് ടെഡിയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലായത്. തൻ്റെ കാര്യത്തിൽ അവർക്ക് തന്നോട് തന്നെ ലജ്ജ തോന്നി. അങ്ങനെയിരിക്കെ അധ്യാപികയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളും ചിത്രപ്പണി ചെയ്ത് അലങ്കരിച്ച കവറിൽ സമ്മാനം നൽകിയപ്പോൾ മാർക്കറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന വില കുറഞ്ഞ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ സമ്മാനമാണ് ടെഡി നൽകിയത്. ഇത് ആ അധ്യാപികയെ കൂടുതൽ വിഷമത്തിലാക്കി. അവർ ടെഡിയുടെ സമ്മാന പൊതി തുറക്കുകയായിരുന്നു. സാധാരണ ചെറിയ കല്ലുകൾ കോർത്തിണക്കിയ മാലയും 3/4 ഭാഗത്തോളം ഉപയോഗിച്ച് തീർന്ന ഒരു അത്തർക്കുപ്പിയുമായിരുന്നു അതിലെ സമ്മാനം. ഇത് കണ്ട കുട്ടികളൊക്കെ ഉറക്കെ ചിരിക്കുകയും കൂടി ചെയ്തതോടെ ആനി തോംസന് അങ്ങേയറ്റം വേദനിച്ചു. പക്ഷേ തനിക്ക് ലഭിച്ച സമ്മാനങ്ങളിൽ മാലയും അത്തറുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ആ അധ്യാപിക പ്രഖ്യാപിച്ചതോടെ കുട്ടികളുടെ ചിരി അടങ്ങി. മാത്രമല്ല അധ്യാപിക ടെഡിക്ക് അങ്ങേയറ്റം നന്ദി പറയുകയും ചെയ്തു. എന്നിട്ട് അവർ ആ മാല ധരിക്കുകയും അത്തർ ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു. ആ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടും ടെഡി വീട്ടിലോട്ട് മടങ്ങിയില്ല. തൻ്റെ ടീച്ചറെ കാത്തിരിക്കുകയായിരുന്നു അവൻ. അവർ വന്നപ്പോൾ ടെഡി പറഞ്ഞു: ഇന്ന് ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമാണുള്ളത്. ഇത് കേട്ട ആ ടീച്ചർ പൊട്ടിക്കരഞ്ഞു പോയി. മാതാവ് ഉപയോഗിച്ചിരുന്ന അത്തറാണ് തനിക്ക് ടെഡി കൊണ്ടുവന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. മരിച്ചുപോയ മാതാവിനെയാണ് ടെഡി തന്നിൽ കാണുന്നതെന്ന് ആ അധ്യാപികയ്ക്ക് ബോധ്യപ്പെട്ടു. അന്നു മുതൽ ആനി തോംസൺ ടെഡിക്ക് പ്രത്യേകമായ പരിഗണന നൽകി. അവൻ്റെ ഉന്മേഷവും പ്രസരിപ്പും വീണ്ടെടുത്തു. വർഷാവസാനമായപ്പോഴേക്കും ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥരായ കുട്ടികളുടെ ഗണത്തിലായി അവൻ്റെ സ്ഥാനം. ഒരു ദിവസം തൻ്റെ ലെറ്റർ ബോക്സിൽ വന്ന ഒരു കത്ത് ആനി തോംസൺ വായിച്ചത് ഇങ്ങനെയായിരുന്നു. ടെഡി എഴുതിയ കത്തായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അധ്യാപികയാണ് താങ്കൾ. അവർ ഉടനെ ടെഡിക്ക് ഇങ്ങനെ മറുപടി എഴുതി: നല്ല ഒരു അധ്യാപികയാവുക എന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ച് ടെഡി നീയാണ്. വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും ആനി തോംസനെ തേടി ഒരു ക്ഷണക്കത്തെത്തി. ആ വർഷത്തെ ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ടെഡിയുടെ മാതാവെന്ന നിലയിലാണ് ക്ഷണം. ടെഡി സമ്മാനിച്ച കല്ലുമാല അണിഞ്ഞ് അത്തർ പുരട്ടി തോംസൺ അന്നവിടെ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രകാരനായ ഡോക്ടർ ടെഡി സ്റ്റൊഡാർട്ട് ആയിരുന്നു ഈ ബാലൻ. ഇത് കൃത്യസമയത്ത് തന്നെ തിരിച്ചറിയപ്പെട്ട് വേണ്ട പരിഗണന ലഭിക്കുകയും കൈപിടിച്ചുയർത്താൻ ആനി തോംസൺ എന്ന ഒരാൾ മുന്നോട്ട് വരികയും ചെയ്ത ഒരു ടെഡിയുടെ കഥ.
എന്നാൽ ഇതുപോലെ നമുക്ക് ചുറ്റും പലവിധ പ്രശ്നങ്ങൾക്കിടയിലും ആരാലും തിരിച്ചറിയപ്പെടാതെ ഒതുങ്ങിക്കൂടുന്ന നിരവധി ടെഡിമാർ ഉണ്ടാവാം. ഒന്നിനും കൊള്ളാത്തവൻ എന്ന് മുദ്രകുത്തി എഴുതി തള്ളപ്പെട്ട ബാല്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ അറിയപ്പെട്ടേക്കാവുന്ന അപൂർവ പ്രതിഭകൾ. ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ മാതാപിതാക്കളെക്കാളും കുട്ടികളെ ഏറ്റവും നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ടീച്ചർമാർക്കായിരിക്കും. എന്നെ ശ്രമിക്കുന്ന ടീച്ചർമാരോട് നിങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ മഹാന്മാരോ മഹതികളോ ആകാൻ പോകുന്ന ബാല്യമാണ് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന കുട്ടികൾ. അവരെ ആ രീതിയിലേക്ക് നയിക്കുമ്പോഴാണ് ടീച്ചർ എന്ന രീതിയിലുള്ള നിങ്ങളുടെ കടമ പൂർത്തിയാകുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.